ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ റോഷ്നിയാണ് ആൻഡ് യു ആർ വാച്ചിങ് ടിങ്കിൾസ്. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് എടുത്താലും മതിയാകും. ഇത് കുക്ക് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കി മാറ്റേണ്ടതാണ്. നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതൊന്ന് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗമാണ് ചേർത്തിട്ടുള്ളത്. ഇനി 1 ക്യാരറ്റും ഇതുപോലെ ചേർത്തിട്ടുണ്ട്. എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് ഹാഫ് കുക്ക് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മളിനി ഇതിലേക്ക് മയണൈസും ചില്ലി സോസും ഒക്കെ ചേർക്കുന്നുണ്ട്. പ്രഷർ കുക്കറിൽ ചിക്കൻ വെന്ത വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതായത് ചിക്കൻ സ്റ്റോക്ക്. അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കുരുമുളക് പൊടിയുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റും ചിക്കൻ സ്റ്റോക്കിന് ഉണ്ടാവുമല്ലോ. അപ്പോൾ വെജിറ്റബിൾസിൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ നന്നായിട്ട് പിടിക്കും. ഇനി ഇത് ഒന്ന് വറ്റി വരട്ടെ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ചിക്കൻ ഫില്ലിംഗ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് സാൻഡ്വിച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ബ്രെഡ് എടുത്താലും മതിയാവും. ബ്രൗൺ ബ്രെഡും ഇതിനായിട്ട് ഉപയോഗിക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ കുറച്ച് വലിയ സൈസാണല്ലോ, നമുക്കിത് 2ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു ഗ്രിൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ ടോപ്പിലും കൂടെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് റെഡിയാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് സാധാരണ പാനിലോ അല്ലെങ്കിൽ ദോശക്കല്ലിലായാലും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ മയണൈസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ ഫില്ലിംഗ് കുറച്ച് ഒരു സോഫ്റ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് മയണൈസ് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
ഈ ഒരു ടേസ്റ്റി ചിക്കൻ സാൻഡ്വിച്ച് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ടിങ്കിൾസ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.